പ്രിയ സാറ് നന്ദി പ്രകാശിപ്പിച്ച സമയത്ത് ഓർപ്പിച്ച കാര്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിച്ച ആ പദം, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടത്. കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയെക്കുറിച്ചാണ് കർത്തൃദാസൻ അഡ്രസ്സ് ചെയ്തത്. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും നെഹമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. വേല വലുതാണ്, പക്ഷേ നാം ഒരു കാര്യം ചെയ്യണം, മതിലിന്മേൽ ചിന്നിച്ചിതറി അകന്ന് കഴിയാതെ. നാം മതിലിന്മേൽ ചിന്നിച്ചിതറി അകന്ന് കഴിയാതെ. ആ വാക്കൊന്നുകൂടൊന്ന് ആവർത്തിക്കാമോ? നാം മതിലിന്മേൽ ചിന്നിച്ചിതറി അകന്ന് കഴിയാതെ. കർത്തൃദാസൻ ഐക്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവമുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ ബിവിച്ചാനൊക്കെ അതറിയാം. ഹാർവെസ്റ്റ് TV-യിലെ ബിവിച്ചാന് അദ്ദേഹം ആ നാട്ടുകാരനാണ്. പേരുക്കട ഗവൺമെൻറ് സ്കൂള്, ആ സ്കൂളിൻ്റെ മൈതാനത്ത് ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ കൊച്ചു പ്രായത്തിൽ ഒരു 10-12 വയസ്സുള്ള സമയത്ത് നടന്ന ആ ഒരു പ്രസംഗം. യോഗമൊക്കെ കഴിഞ്ഞ് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വന്നു. ആ കൂട്ടത്തിൽ ഒരു ഡോക്ടർ എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എൻ്റെ പപ്പയോടും ചോദിച്ചു, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കുറച്ച് രോഗികൾക്ക് വേണ്ടി മോനെ കൊണ്ട് വന്നൊന്ന് പ്രാർത്ഥിക്കാവോ? അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, ഞാൻ ചെന്നത് അവിടെ അടുത്തുള്ള പ്രസിദ്ധമായ ഒരു മാനസികാരോഗ്യ രോഗ കേന്ദ്രം. അതേതാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. എല്ലാവരും ഒന്നും കൊണ്ടുവന്നില്ല, ഈ രോഗമൊക്കെ മാറിയ കുറേ പേര്. പക്ഷേ അവരെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരെല്ലാം ഭയങ്കര വണ്ണമുള്ള മനുഷ്യരാണ്. സ്റ്റിറോയിഡൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കാം അവരെല്ലാം ഭയങ്കര വലിപ്പമുള്ള മനുഷ്യർ. ഈ ഡോക്ടറെ കണ്ടാൽ തീരെ മെലിഞ്ഞൊരു മനുഷ്യന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് എൻ്റെ കൊച്ചു സംശയം ചോദിച്ചു, സാറേ ഇവർ മാനസിക പ്രയാസമുള്ളവരല്ലേ, ഇവരെ സാറിനെ ഉപദ്രവിക്കത്തില്ലേ? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞില്ല, ഇവരുടെ പ്രശ്നത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം, ഇവരൊരിക്കലും ഒന്നിക്കത്തില്ല. ഒരുത്തൻ എനിക്കിട്ട് കൈ അടിക്കാൻ കൈ ഉയർത്തിയാൽ കൈ ഉയർത്തിയിട്ട് 10 പേരടിക്കും. ആരേലും ഒരുത്തൻ ഇവരെ ഒന്നിപ്പിക്കുന്നത് കണ്ടാൽ അപ്പോൾ എനിക്ക് മനസ്സിലാകും ഇവർ രോഗം മാറി, അവനെ ഞാൻ അന്നേരം ഡിസ്ചാർജ് ചെയ്യും. അത് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. പലയിടത്തും ചെന്ന് നിൽക്കുമ്പം ആ വാക്കിങ്ങനെ കയറി വരാറുണ്ട് മനസ്സിൽ, ഇവന്മാരൊരിക്കലും ഒന്നിക്കത്തില്ല. ആരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കാണിക്കുന്നത് ഒരു വലിയ മാതൃകയാണ്. ഒന്നിച്ചു നീക്ക് സാത്താന്യ കോട്ടകൾ. പാസ്റ്റർ ഫെയ്ത്ത് പറഞ്ഞതുപോലെ ഇത് ചിലത് ഇടിയുന്ന സമയമാണ്. ദൈവം ചിലതിനെ ഇടിക്കുന്നതിൻ്റെ ശബ്ദം ആത്മാവിൽ അറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ടീമിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 6 അളവുകളെ കുറിച്ചാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില അളവുകൾ ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞു. 1-ാമത്തെ അളവ്, ദൈവത്തിന് സ്തോത്രം, കഷ്ടതയെ ദൈവം അളക്കുന്നു. 2-ാമത്തെ അളവ് ഉദ്ധാരണത്തിൻ്റെ അളവാണ്, ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ അളവ് സാത്താൻ്റെ പ്രവർത്തികളെ ദൈവം അളക്കും, അല്ലേ? ശത്രു നമ്മളോട് ചെയ്തത്, ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചത് അതാണ്. ദൈവം ചിലതിനെ നേരെ മറിച്ച് കളയും. ഈ രാത്രി വിശ്വസിച്ചോണം, നിനക്ക് നേരെ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ കൊല്ലങ്ങളായി ഒരുക്കിയ ചില പദ്ധതികളെ സ്വർഗത്തിലെ ദൈവം മറിച്ച് കളയുന്ന രാത്രിയായത്. 4-ാമത്തെ അളവ്, അതിനെക്കുറിച്ച് പ്രസംഗിക്കാനല്ലല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ അളവ് സാത്താൻ്റെ അളവ്. സാത്താൻ്റെ അളവിനെ കുറിച്ച് അത് പ്രസംഗിക്കാനല്ലല്ലോ ഞാൻ വന്നത്. എങ്കിലും ഒരു വാക്യം പറയാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലോ. 2:14 പറയുക, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തി. 2 വ്യക്തിത്വങ്ങളെയാ കാണുന്നത്, 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള 2 ആളത്വങ്ങൾ. 1-ാമത്തെ ആളിനെ പരിചയപ്പെടുത്തുക പൗലോസ്. എന്താ പ്രത്യേകത? സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, ആരെ കൈ കിട്ടിയാലും തോൽപ്പിക്കാനേ ഇങ്ങേർക്ക് അറിയത്തുള്ളൂ. പഠിപ്പിച്ച് തോൽപ്പിക്കുന്ന ട്യൂഷൻ്റെ ടീച്ചറിൻ്റെ അടുക്കെ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ ട്യൂഷന് വിടുവോ? അതുകൊണ്ട് വളരെ കാര്യമായിട്ട് ഓർപ്പിക്കട്ടെ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. പക്ഷേ മറ്റൊരാളെ ഞങ്ങൾക്കറിയാം,
ഏത് തോറ്റവനെയും, ഏത് പരാജയപ്പെട്ടവനെയും, എത്ര തോറ്റവനെയും, എവിടെല്ലാം തോറ്റവനെയും ജയാളിയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരുവൻ ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്നവൻ. സന്തോഷത്തോട് ആ കർത്താവിന് മഹത്വം കരേറ്റുവാൻ കഴിയുന്ന സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അതൊരളവാണ്. ആ അളവിലേക്കാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഉദ്ധാരണത്തിൻ്റെ ഒരളവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അത് 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യമാണ്. സഖറിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിലേക്ക് വരുമ്പം ഉദ്ധാരണത്തിൻ്റെ ഒരളവ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ, ഞാൻ പിന്നെയും തല നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂല് പിടിച്ചിരിക്കുന്ന പുരുഷൻ, നീ എങ്ങോട്ട് പോകുന്നെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാ, യെരൂശലേമിനെ അളന്ന് അതിൻ്റെ നീളവും വീതിയും ചിട്ടപ്പെടുത്താൻ പോകുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒരു ദൂത് പകല് പറഞ്ഞതാണ്. എങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു സന്ദേശമായിട്ട് ഇന്ന് രാത്രി ഒന്ന് പറയണമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 29-ാം വാക്യം. അവർ പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രയേലിൽ ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പേരിൻ പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെയും എന്നെയും കൊണ്ട് ചില പേരുകൾ ഇടാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടെ ആവർത്തിക്കുക. നിങ്ങളെയും എന്നെയും കൊണ്ട് ദൈവരാജ്യത്തിൽ ചില പേരുകൾ ഇടാൻ ദൈവം ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് അവൾ പേരിട്ടു, അത് പട്ടണത്തിന് പേരായി. അല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ പേര് ഇന്നു വരെ നിലനിൽക്കുന്നു. എന്താ അവളിട്ട പേര്? അവളിട്ട പേര് ബേർലൈ രോഹി എന്ന് പേരിട്ടു. അത് പേരായി, അത് ഇന്നും നിലനിൽക്കുന്നു. ഈ പേരിടുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആണോ? എല്ലാവർക്കും പേരിടാൻ പറ്റും? പറ്റത്തില്ല. എനിക്ക് ഒരു സമയം വരെ ഇഷ്ടമില്ലാത്തൊരു പേരായിരുന്നു എൻ്റെ പേര്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചിട്ടുണ്ട്, വേറെ ഒരു പേരും കിട്ടിയിട്ടില്ല ഈ പേരിടാൻ. അന്നേരം അമ്മ പറഞ്ഞ കഥ അതിനെക്കാട്ട് രസകരം. ഈ ടിജോബാസക്കറിയാം, ഞങ്ങളൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വരാം. അന്ന് ഞങ്ങളുടെ നാട്ടിലെ ആകെപ്പാടെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് ഞാൻ പറയും. പക്ഷെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് പലചരക്ക് കട എന്നാണ് പറയുന്നത്. ആ ഒരു കട ഞങ്ങളുടെ കടയായിരുന്നു. ആറാട്ടുമണ്ണിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കട. എനിക്കത് ഞങ്ങളുടെ കടയിലാണെന്ന് തോന്നി ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇത്രയും ചെറിയ കാർഡല്ല, വലിയ ബുക്കായിരുന്നു. അതിൻ്റെ പേര് പറ്റ് ബുക്കെന്നാണ് അതിൻ്റെ പേര്. അന്നേരം അതാണ് ശരിക്കും ഈ ക്രെഡിറ്റ് കാർഡുകളുടെയൊക്കെ ആരംഭം എന്നാണ് എൻ്റെ ഒരു ധാരണ. അന്നേരം അവിടെ പറ്റീര് ബുക്കല്ല, പറ്റ് ബുക്ക് അറിയാമല്ലോ. അവിടെ പറ്റുന്ന ഒരു സുമതി ചെയ്യും. കൃത്യമായിട്ട് എല്ലാ മാസത്തിലും പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരാൾ. പുള്ളിക്കാരത്തി അറിഞ്ഞു അമ്മയ്ക്കൊരു വിശേഷമുണ്ടെന്ന്. അപ്പം അവരിങ്ങനെ ഒരു പ്രവാചകയെ പോലെ അമ്മയുടെ അടുക്ക വന്നേച്ചു പറഞ്ഞു, ഒത്തിരി സന്തോഷം കാര്യം എല്ലാം പറഞ്ഞേച്ചു പറഞ്ഞു, ഒരു കാര്യം, ഞാൻ പറയുന്ന പേര് നിങ്ങളുടെ കുഞ്ഞിന് ഇടണം. അന്നേരം അമ്മ പറഞ്ഞു അത് പറ്റത്തില്ല, അതും എൻ്റെ മൂത്ത കുഞ്ഞ്. എൻ്റെ കുഞ്ഞിനെങ്ങനാ നിങ്ങൾ പറയുന്ന പേരിടുന്നേ? അപ്പം പുള്ളിക്കാരത്തി ഒരു ഭീഷണി, ഞാൻ പറയുന്ന പേരിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ നിന്ന് ഇനി സാധനം മേടിക്കത്തില്ല. അപ്പോൾ ഒരു കസ്റ്റമറെ നഷ്ടപ്പെടാതിരിക്കാനായിട്ടിട്ട പേരാണ് എൻ്റെ പേര്. അപ്പം സത്യമായിട്ട് ഒരു പലചരക്ക് കട ബന്ധപേരും ഇല്ലെങ്കിൽ പേരിടാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവർ. അവൾ ആരാ? ഷീ വാസ് എ ഫീമെയിൽ സ്ലേവ് ഫ്രം ഈജിപ്റ്റ്. അവൾ മിസ്രൈമിലെ ഒരു പെണ്ണടിമയാ. അവള് ആത്മീകരുടെ വീട്ടിൽ നിന്ന് മുറിവേറ്റവളാ. അവളുടെ ജീവിതത്തിൽ അത് ലൈംഗികമായിട്ടുൾപ്പെടെ ഒത്തിരി ഒത്തിരി ദുരുപയോഗം ചെയ്യപ്പെട്ടവളാ. പക്ഷെ നീ ആരാണെന്നുള്ളതല്ല എൻ്റെ ദൈവത്തിൻ്റെ വിഷയം. നിന്നെ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിക്കുമ്പം നിന്നെ കൊണ്ട് ദൈവം ചിലതിന് പേരിടിക്കും. പിതാവിൻ്റെ പേരിൽ അവര് പേരിട്ടു. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ
47 വാക്യം വായിക്കണം. യോശുവയുടെ പുസ്തകം 19 അധ്യായത്തിൻ്റെ 47 വാക്യം. എന്താ അവിടെ വായിക്കുന്നത്? ദാൻ മക്കൾക്ക് അവരുടെ ദേശം എന്ത് ചെയ്തിരുന്നു? പോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ കുടികിടപ്പാൻ അവകാശം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്താണ് ദാൻ മക്കൾക്ക് ദേശം പോകാൻ കാരണം? 47 വാക്യത്തിൽ പറയുക, ദാൻ മക്കൾക്ക് അവരുടെ ദേശം പോയി. അവര് ഒരവകാശം ഇങ്ങനെ അന്വേഷിക്കുക. എന്നാ ദാൻ മക്കൾക്ക് പോകാൻ കാരണം? ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നേ. ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 34 വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 34 വാക്യം. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിൽ ഇറങ്ങുവാൻ സമ്മതിച്ചതുമില്ല. ഇന്ന് രാത്രി നിങ്ങളെ തിക്കിത്തിരക്കി ചില അവകാശങ്ങളിലേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങളെ ഈ രാത്രി നിങ്ങൾ പൊട്ടിക്കും. എങ്ങനാ? സൈന്യത്താൽ അല്ല, ഉറക്കെ പറ. ശക്തിയാൽ അല്ല. ശബ്ദം ഉയർത്തി പറയാൻ പറ്റുന്നവർ ഉറക്കെ പറ. ദൈവത്തിൻ്റെ ഈ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ശക്തമായി പറഞ്ഞതാ, ചില അവകാശങ്ങളിലേക്ക് കാലുകുത്തുവാൻ അനുവദിക്കാതെ വരിഞ്ഞു മുറുക്കി തെറുത്ത് കെട്ടി വെക്കുന്ന ഒരു പാപോല് നിന്റെ സർട്ടിഫിക്കറ്റുകളെ ഒതുക്കി വെച്ചിരിക്കുന്ന, നിന്റെ ഭാവിയെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പൊട്ടിച്ചു മാറ്റാൻ പോകുകയാ. ന്യായാധിപന്മാര് 18:1. ആ കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ദാൻ മക്കൾ കുടിപാർപ്പാൻ ഒരവകാശം അന്വേഷിച്ചു കൊണ്ടിരുന്നു. ദാൻ മക്കളുടെ അവകാശം പോയി. അവരവകാശം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ചിലരവരെ തിക്കിത്തള്ളി, ചിലരെ ഒതുക്കി വെച്ചിരിക്കുക. പക്ഷേ 18:7 അങ്ങനെ 5 പുരുഷന്മാർ എന്ന് യുദ്ധം ചെയ്തു. അവര് ചിലതിനെ പിടിച്ചടക്കി. എന്നിട്ട് 18:29 അവരുടെ അപ്പന്റെ പേര് അവര് ചിലതിനിട്ടു. ഇന്ന് രാത്രി വരെ സഭ വളരാതിരിക്കാൻ, കുടുംബങ്ങൾ ഉയരാതിരിക്കാൻ, ശുശ്രൂഷകൾ മുന്നോട്ട് പോകാതിരിക്കാൻ ചില മാർക്കുകൾ ഇട്ടിരിക്കുന്ന ചില ആധിപത്യങ്ങളെ PCIC കോൺഫറൻസിന്റെ സമാപന രാത്രി നാം ഒരുമിച്ച് പൊട്ടിച്ച് മാറ്റിയിട്ട് കാനഡയിൽ അഭിഷേകത്തിന്റെ അധികാരത്തോട് ചിലതിന് പേരിടുന്ന സമയമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ചിലർ ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം ഈ അടുത്ത കാലത്ത് നിങ്ങൾ പേരിടത്തില്ല. സ്വത്രം. അതാ എൻ്റെ വിഷയം. ദൈവം ഒരുത്തനെ കൊണ്ട് പേരിടിപ്പിക്കണമെങ്കിൽ ദൈവം അവനെ ഒന്ന് അളക്കും. പ്രസ്ഥാനം അളക്കുന്നത് പോലെ ഞാൻ ആ മെൻസ് മീറ്റിങ്ങിനകത്താണ് തോന്നുന്നത് പറഞ്ഞത്. ഈ പവർഷൻ്റെ പ്രധാനപ്പെട്ട ഇവൻ്റൊക്കെ നടക്കുമ്പോൾ മിക്കവാറും ആങ്കറിങ്ങിൻ്റെ ആ പോസ്റ്റിൽ എന്നെ പിടിച്ച് നിർത്താറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ 4 വാക്കൂടെ കൂട്ടി പറയുന്ന കൂട്ടത്തില്ല ഒരാളെ ഞാൻ കുറച്ച് പറയത്തില്ല. അതുകൊണ്ട് മിക്കവാറുമൊക്കെ എനിക്ക് ആ ഒരു അവസരം കിട്ടുന്നത് പലരുണ്ടെങ്കിലും. പക്ഷേ ഈയിടെ എനിക്കൊരു അബദ്ധം പറ്റി. ഒരു ശവടക്കിന് ഞാൻ പ്രസംഗിക്കുക, ഒരച്ഛനെക്കുറിച്ച് പ്രസംഗിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക, ഇങ്ങനെക്കുറിച്ച് തന്നെയാണോ ഈ പ്രസംഗിച്ചതെന്ന്. ഞങ്ങളൊക്കെ പറയുന്നത് കേട്ട് പൊങ്ങുമൊന്നും ചെയ്യരുത്. പേരിടണേ, ദൈവം നിന്നെ ഒന്ന് അളക്കും. അതൊരു ഭയങ്കര കാര്യം കേട്ടോ. പേരിടിപ്പിക്കണേ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, സക്കറിയ പ്രവചനം 3 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ ദൈവം യോശുവയെ അളന്നപ്പം പറയാ, ഇവന്റെ ആ മുഷിഞ്ഞ വസ്ത്രം. പലരും ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടാത്തതിൻ്റെ കാര്യം, ആവശ്യമില്ലാത്ത മുഷിഞ്ഞ വസ്ത്രം എല്ലാം എടുത്ത് എന്ത് ചെയ്തിരിക്കുക? ധരിച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരേണ്ട സ്ഥലമല്ല ആരാധനാ സ്ഥലം. ആരാധനാ സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് ഉത്സവ വസ്ത്രം ധരിച്ചു വരേണ്ട സ്ഥലമാ. ചിലരൊക്കെ യോഗത്തിന് വന്നിരിക്കുന്നത് കണ്ടാൽ ഒരു സങ്കടം വരും. കാനഡയിൽ അങ്ങനെ ആരും ഇല്ലാത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ചിലരൊക്കെ ഇരിപ്പ് കണ്ട അമ്മായിമ്മ മരിച്ച വീട്ടിൽ മരുമോൻ ഇരിക്കുന്നത് പോലെ യോഗത്തിനിരിക്കുന്നു. കണ്ടിട്ടുണ്ടോ വെച്ചാൽ? അങ്ങനെ ഇല്ല, ഞാൻ പറയാം. നാട്ടിൽ വന്നാൽ കാണാൻ പറ്റും. ഈ നടത്തിപ്പായിരിക്കും കൂടുതലും സമയം, ഇരിക്കത്തേ ഇല്ല. അഥവാ ഇരിക്കുകയാണെങ്കിൽ തന്നെ
പുള്ളി ഇങ്ങനെ ദുഃഖക്കൈയൊക്കെ കൊടുത്തേ എന്ത് ചെയ്യത്തുള്ളൂ, ഇരിക്കത്തുള്ളൂ. അമ്മച്ചി മരിച്ചതുള്ള വിഷമം കൊണ്ടൊന്നുമല്ല. ഈ പുള്ളിയുടെ പ്രശ്നം ഇതാ, ഈ ഉദ്ദേശിമാരെല്ലാം കൂടെ പ്രസംഗിച്ച് എപ്പോൾ ഈ ശവോടക്ക് തീർക്കും, ഇതെപ്പോൾ തീർന്നുവെച്ച് തിരിച്ചു വന്നാൽ ഞാൻ ഇന്നിവിടെ നിൽക്കണോ അതോ ഞാൻ ഇന്നിവിടുന്ന് പോകണോ? ഞാൻ പോയാൽ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ വരുവോ, അവളിവിടെ നിൽക്കുവോ? അവളിവിടെ നിന്നാൽ എത്ര ദിവസം കൂടെ അവളിവിടെ നിൽക്കും? ഇങ്ങനെ നീറുന്ന 100 പ്രശ്നവുമായിട്ടാണ് പുള്ളി എന്ത് ചെയ്തിരിക്കുന്നത്? താടി, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കേണ്ട സ്ഥലമല്ല ആരാധനാ സ്ഥലം. ഉത്സവ വസ്ത്രം ധരിക്കേണ്ട സ്ഥലമാ. ഒന്ന് തലയൊക്കെ നിവർത്തി പിടിച്ച് ആ കരവട്ടൊക്കെ ഒന്ന് കൊട്ടി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ. ആലയത്തെക്കുറിച്ചൊരു പ്രമാണമുണ്ട് കേട്ടോ. ആലയത്തിനൊരു പ്രമാണമുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒരിടത്ത് കൊണ്ട് നിർത്തും, അതുറപ്പാ. ഇന്ന് രാത്രി യോഗം ഞാൻ എവിടെയും കൊണ്ട് എന്ത് ചെയ്യും, നിർത്തും. ദൈവത്തിന് സ്തോത്രം. ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം എന്താ? യെഹെസ്കേൽ പ്രവചനം 43 അധ്യായത്തിന്റെ 12 വാക്യം കുറിച്ചെടുത്തോണം. യെഹെസ്കേൽ 43:12 എന്താ പറയുന്നത്? ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. 43:12 ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. അതിൻ്റെ അതിർത്തിക്കകമൊക്കെയും എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം, അല്ലേ? ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. അതിൻ്റെ അതിർത്തിക്കകമൊക്കെയും അതിവിശുദ്ധമായിരിക്കണം. അതെ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ആലയത്തിനകത്ത് വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അളക്കും. ദൈവത്തിന് അളവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിന്റെ 1 വാക്യം ഇങ്ങനെ വായിക്കുന്നത്. വായിച്ചു നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിന്റെ 1 വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? 11 അധ്യായത്തിന്റെ 1 വാക്യം. പിന്നെ ദണ്ട് പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കാം. എന്താ? നീ എഴുന്നേറ്റ് ആലയത്തെയും യാഗപീഠത്തെയും പോരാ, നമസ്കരിക്കുന്നവരെയും അളക്കാം. അളവുള്ളോണ്ടല്ലേ എബ്രായർ 11:4 എഴുതിയിരിക്കുന്നത് കായിൻ്റെതിനേക്കാൾ, ഉറക്കെ പറ, ഉത്തമമായ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാനും ജോൺ തോമസ് പാസ്റ്ററും കൂടെ ആരാധനയ്ക്ക് പോയി. എൻ്റെ ആരാധനയെക്കാട്ടി നല്ല ആരാധന അദ്ദേഹത്തിൻ്റെതായിരുന്നെന്ന് പറയണമെങ്കിൽ 2 ആരാധനയ്ക്കും എന്തുണ്ട്? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആരാധിക്കുന്നവന്റെ അതിരേ മാറത്തുള്ളൂ. ആരാധിക്കുന്നവന്റെ അതിര് മാറും. ഇന്ന് രാത്രികാലം ഒരു ബോച്ചനെ പോലെ ദൈവമുമ്പാകെ നിന്നെ തന്നെ മറന്ന് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ അതിര് മാറ്റാൻ, നിന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ. ഡോക്ടർ ടോം ഇന്ന് രാത്രി ആരാധനയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ അവസാനം പാട്ട് പാടിയപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു വാക്യമുണ്ട്. 73 സങ്കീർത്തനത്തിന്റെ 28 വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. സെപ്റ്റിജന്റ് ട്രാൻസ്ലേഷനകത്ത് അതിനകത്ത് ഒരു വാക്കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത്, ഉറക്കെ പറ, എനിക്ക് ഏറെ നല്ലത്. സ്തോത്രം, 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 സ്തോത്രം. എനിക്ക് ആരായി പറയുന്നത്? ആസാഫ അല്ലേ? ആസാഫ് ആരാന്ന് നിങ്ങൾക്കറിയാം. ഈ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെ പാടുന്ന പാട്ടുകളാ, ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോടെ പാടുന്ന പാട്ടുകളാ സങ്കീർത്തനങ്ങൾ. അങ്ങനത്തെ 180 പാട്ടുകൾ. അതിനകത്ത് പ്രധാനപ്പെട്ട പാട്ടുകൾ പാടിയ അനുഗ്രഹിതരായ ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാളാ ആസാഫ്. ഈ ആസാഫ് ദൈവത്തോടടുത്തിരിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ
ആ പറയുന്നതിൻ്റെ ഒരു ആഴമേറിയ അർത്ഥമൊക്കെ ഉണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ആസാഫ് ആരാണെന്നും ആസാഫിൻ്റെ ആരാധന എന്തായിരുന്നുവെന്നും ആസാഫിൻ്റെ ആരാധനയ്ക്ക് ദൈവമിട്ട അളവെന്തായിരുന്നു എന്നൊക്കെ പഠിച്ചാലേ ഈ ദൈവത്തോടടുത്തിരിക്കുന്നത് നല്ലതായിരുന്നെന്ന് പുള്ളി പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇച്ചിരി നേരം ഇനി ഒരു ആസാഫിനെ കുറിച്ച് ഒരു 15 മിനിറ്റ്, അത് അത്രയും മതി, 15 മിനിറ്റ് ആസാഫിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോകുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടോണേ. ആസാഫ് ആരാണെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം 1 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യം. 1 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യം. എന്താ അവിടെ വായിക്കുന്നത്? പിന്നെ ദാവീദ് ലേവ്യരിൽ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യത്തരങ്ങളാൽ സന്തോഷനാദ ഉച്ചത്തിൽ ധനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ഉറക്കപ്പറ ബെരക്കിയാവിന്റെ മകൻ ആസാഫ്. ആസാഫിന്റെ ചരിത്രത്തിലോട്ട് ഞാൻ പോവാം. ആരാസാഫ്? ആസാഫ് ആരാന്ന ചോദ്യത്തിന്റെ ഉത്തരം ദാവീദിന്റെ ഗായക സംഘത്തോടുള്ള ബന്ധത്തിൽ പഠിക്കണം. ഈ ദാവീദിന്റെ ഗായക സംഘം അതൊരു ഭയങ്കര സംഭവം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ കുറഞ്ഞ പക്ഷം അത്ര ഒരു ഗായക സംഘത്തെ വേണമെന്ന്. കാര്യം ഈ ഗായക സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? 23-5. 1 ദിനവൃത്താന്തം 23-5 വായിച്ചു നോക്കിക്കേ. 4000 പേർ വാതിൽ കാവൽക്കാരും 4000 പേർ സ്തോത്രം ചെയ്യേണ്ടതിന്. അപ്പം 4000 സെക്യൂരിറ്റി, പിന്നെ പാട്ടുകാരെത്ര പറ. അപ്പോൾ ഒരു സമയം പാട്ടുകാരുടെ എണ്ണം കൂടുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറയുന്നത് ഉള്ളവരെ മുഴുവൻ പിടിച്ച് പാട്ടുകാരാക്കിയേക്കണം. വരുമ്പോഴേ പറയണം നിങ്ങൾ ഇവിടുത്തെ പാട്ടുകാരൻ. പിന്നെ എല്ലാവർക്കും കൂടെ സ്റ്റേജിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് എന്ത് ചെയ്തോണം? പാടിക്കണം. 4000 പാട്ടുകാർ. ഈ സഭയിലെ പാസ്റ്റർമാരാകുമ്പോൾ നമ്മൾ നേരിടുന്ന വേറെ കുറേ പ്രതിസന്ധിയുണ്ട്. ഈ മിക്കവാറുമൊക്കെ പാട്ടുകാർ ഈ ഒരു വീട്ടിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പം മറ്റേ വീട്ടുകാർക്കൊക്കെ ഭയങ്കര അസൂയുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു വീട്ടിൽ നിന്ന് എത്ര പാട്ടുകാരെ വരെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോഴാണ് ഈ 26-8, അത് ഭയങ്കര ഒരു വാക്യം കേട്ടോ. 1 ദിനവൃത്താന്തം 26-8 ഒന്ന് നോക്കിക്കേ. ഇവരെല്ലാവരും ഓബേദോദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദോദോമിനുള്ളവർ പറ. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് എത്ര വരെ വരാം? പറഞ്ഞോന്നേ, 62 വരെ വരാം. അല്ല, ഏത് വീട്ടിൽ നിന്നായി വന്നത്? അമ്മ മനസ്സ് സീരിയലും കണ്ട്, ബിഗ് ബോസും കണ്ട്, 24 മണിക്കൂർ പോകുന്നവരുടെയും വരുന്നവരുടെയും കുറ്റവും പറഞ്ഞ് അച്ഛൻ്റെ അമ്മമ്മയുടെ പിള്ളേരുടെ കാര്യമാണ് ഈ പറഞ്ഞേ? അല്ല, അത് തിരിച്ചറിഞ്ഞോണം. അളവാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ പെട്ടകം വീട്ടിൽ വന്നത് പെട്ടകമാണെന്നൊരു ബോധം ആദ്യം അപ്പനും അമ്മയ്ക്കും ഉണ്ടാകണം. ആ ബോധത്തോടുകൂടെ പെട്ടകത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒരു കുടുംബം തീരുമാനിച്ചപ്പോൾ അവന്റെ തലമുറയെ അതിപ്രാപ്തന്മാരാക്കാൻ ദൈവം തീരുമാനിച്ചെന്ന് പല മാതാപിതാക്കളോടും ചോദിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഫിലിപ്പിന്റെ ബ്രദറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആ പിതാവൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാഴ്സനേജിൽ താമസിക്കുമ്പോൾ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ഇതുപോലുള്ള ഈ കാനഡയിലും അമേരിക്കയിലും വന്നാൽ അതികായകന്മാരായ ദൈവദാസന്മാരുടെ തലമുറകളെ കാണാം. തോമസ് ഫിലിപ്പ് പാസ്റ്റർ, ഞാൻ ക്രിസ്തുവിൽ പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന ദൈവദാസനാ, അദ്ദേഹത്തിന്റെ മകനാ. ഇങ്ങനെയുള്ള തലമുറകൾ ഈ രാജ്യത്ത് ഉറയ്ക്കാൻ ഒറ്റ കാര്യമാ. നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന് അപ്പുറത്ത് അവരുടെ പേഴ്സണേജുകളുടെ മുറിക്കകത്ത് അപ്പനും അമ്മയും അവരെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിച്ചതിന്റെ നന്മ.
ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ റാന്നിന്ന് 3 പേര് വിശ്വാസത്തിന് വേണ്ടി ആദ്യം ഇറങ്ങിയെന്ന് ജ്ഞാനായക്കാരുടെ കൂട്ടത്തിൽ നിന്ന്. വളയനാട്ട് പുന്നച്ചനും പള്ളത്തിട്ടച്ചനും പുതുപ്രമ അവറാച്ചനും. ഈ പള്ളത്തിട്ടച്ചന്റെ കൊച്ചുമോന പാസ്റ്റർ വിൽസൺ കടവിലെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, ഒരുത്തൻ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ തലമുറയുടെ സ്ഥിതി മാറ്റാനായിട്ട് ആരാധനയ്ക്ക് അളവുണ്ട്. യോഗത്തിന് വന്നേച്ച് ചുമ്മാത് മറ്റുള്ളവരുടെ കുറ്റം കുറവും പറഞ്ഞേച്ച് എഴുന്നേറ്റ് പോകരുത്. ഇന്ന് രാത്രി PCIC കോൺഫറൻസിൽ വന്നിരിക്കുന്നവരോട് എനിക്ക് ഒറ്റ സന്ദേശമേ പറയാനുള്ളൂ. മുമ്പേ പാസ്റ്റർ ഫെയ്ത്ത് പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത സങ്കല്പങ്ങൾ മനസ്സിനകത്ത് കെട്ടിവെച്ച് ഒതുങ്ങേണ്ടതല്ല ദൈവസന്നിധി. നിന്നെ തന്നെ മറന്ന് ഉത്സവവസ്ത്രം ധരിച്ച് ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലമാ. ഇതിന് നേരെ വിപരീതം ഉണ്ടച്ചാ. ഒരുത്തൻ ദൈവസന്നിധിയിൽ ഉഴപ്പിയാൽ അവന്റെ തലമുറയുടെ അടിവേരിളകുന്നതിന്റെ ചരിത്രം അടുത്ത കോൺഫറൻസിന് വരുമ്പോൾ ഞാനത് പറയാം. സ്വതന്ത്രം. കാര്യം നാളെ നെഗറ്റീവ് പറഞ്ഞ് നിർത്തത്തില്ല. എനിക്ക് നെഗറ്റീവ് പ്രസംഗിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ അടിവേരിളക്കും ദൈവം. ചുമ്മാ ഉഴപ്പല്ല. വായിച്ചു നോക്കിയാൽ മതി. ഒന്നതിൻ്റെ അർത്ഥം 24 മുതലുള്ള അധ്യായങ്ങൾ. യോവാശ്, അമസ്യാവ്, ഉസിയാവ്, യോധ, ആകാശ്. അവസാനമൊക്കെ വന്നപ്പോഴത്തേന് നമ്മുടെ കുമ്മനാണെന്ന് മേടിച്ച് തമ്പാറും തല്ലിപ്പൊട്ടിച്ച്, തിരുവല്ലായിന്ന് മേടിച്ച് ചിഞ്ചിൽ അടിച്ചു പൊട്ടിച്ച് ഉപ്പേരിയുടെ പരിവാക്കി ഹോളും പൂട്ടി കോടതി കേസും കൊടുത്ത് ചിന്തിക്കുക. പക്ഷേ അടുത്തൊരു തലമുറ വന്നതാ എൻ്റെ പ്രത്യേകത. 29 അധ്യായത്തിൽ ഒരു ഹിസ്കിയാവ്, അവൻ്റെ കാലഘട്ടത്തിൽ അവൻ ചിലത് തിരിച്ചു. അവൻ തിരിഞ്ഞുകൊണ്ട് എന്നാ സംഭവിച്ചെന്നറിയാവോ? അടുത്തൊരു വാക്യ 2 ദിനവൃത്താന്തം 34. അവൻ്റെ മകനായി യോശിയാവ് അവൻ്റെ കാലഘട്ടത്തിൽ അവർ പൂട്ടിവെച്ച പ്രമാണമെല്ലാം തിരിച്ചെടുത്തു. പെന്തക്കോസ്തിൻ്റെ ഒരു തലമുറ വരുന്നുണ്ട്. വിശുദ്ധിക്കും വേർപാടിനും പ്രമാണത്തിനും ആരാധനയ്ക്കും വില കൊടുക്കുന്നവരുടെ തലമുറ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ചില ദൈവിക പ്രവർത്തികളെ തിരിച്ചെടുക്കോ. അനീഷ് പാസ്റ്റർ സന്തോഷത്തിനും ഫെയ്ത്ത് പാസ്റ്റർ ആവേശത്തിനും ഒന്നും ദൈവത്തെ സ്തുതിക്കരുതേ. ആരാധനയുടെ അളവാണ് നിന്റെ തലമുറയുടെ ഭാവിയെ നിർണയിക്കുന്നത്. ഇന്ന് രാത്രി കാസ്ത്രദാസൻ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്കുപൊടിയായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഇല്ലായ്മകളുടെ നടുവിൽ ദൈവത്തെ ആരാധിച്ച് ദൈവദാസന്മാരെ സേവിച്ചതിൻ്റെ നന്മയാ. നിങ്ങൾ അറിയണം, ജീവിതം കൊണ്ട് കരിപിടിക്കുന്ന പ്രായത്തിൽ ഫെയ്ത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്കറിയാം എത്രയോ വേദികളിൽ ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ടുണ്ട്. ജീവിതം കരിപിടിക്കുന്ന പ്രായത്തിൽ ഒരു പിഞ്ചു കുഞ്ഞായ സമയത്താണ് വൈഫ് ക്യാൻസറിനോട് മല്ലടിച്ചത്. പക്ഷെ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ അവരുടെ സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പം ആത്മനിറവിൽ ആരാധിക്കുന്ന സഹോദരിയെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വാഗ്ദത്തം മരിക്കത്തില്ല. സാഹചര്യം എത്രയെല്ലാം വെല്ലുവിളിച്ചാലും ശബന ഇന്ന് രാത്രി ചിലത് തിരിയാൻ പോവുക. കർത്താവ് ചിലതിനെ തിരിക്കാൻ പോവുക. അസാധാരണമായ ദൈവശക്തി ഈ രാത്രി ചിലരുടെ ചലിക്കാൻ പോകുകയോ. ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ പറഞ്ഞു വന്നത് ആസാഫിനെ കുറിച്ച്. 4000 പാട്ടുകാരുടെ കൂട്ടത്തിൽ. അങ്ങനല്ലേ വായിച്ചത്? 15:16 മുതൽ ദാവീദ് ലെവലിൽ പ്രധാനന്മാരോട് കിന്നരം, വീണ, കൈത്താളം എന്നീ വാദ്യത്തരങ്ങളാൽ സംഗീതനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കും. 4000 പാട്ടുകാരുടെ കൂട്ടത്തിൽ. ഇപ്പം ഇവിടെ പാട്ടുകാർ നിൽക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. നല്ലൊരു സൂട്ട് വിട്ട് നമ്മുടെ ഓർഗൻ വായിക്കുന്ന ബ്രദർ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടായിരുന്നത്? 4000 പാട്ടുകാർ നിൽക്കുമ്പോൾ ഓർഗൻ, ഈ ഡ്രംസൊക്കെയാണ് പിന്നെ പറയാൻ വേണ്ട. അമേരിക്കയിൽ അവരെ ബന്ധനത്തിനകത്താണ് ഇരുത്തിയിരിക്കുന്നത്. ശരിക്കും അപ്പം ഏതോ ഒരു മൂലയ്ക്ക് നിന്നവനായി ആസാഫ്. ഒന്ന് ഓർത്ത് നോക്കിക്കുക. 4000 പേര് ഇവിടെ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പുള്ളി എവിടെ നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ പുള്ളി ലൊക്കേഷൻ ഇട്ട് തരണം, അല്ലെ നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കണം.
ഏതോ ഒരു മൂലയ്ക്ക് നിന്നവൻ ആസാഫ്. എൻ്റെ ചോദ്യം, ദൈവത്തെ ബഹുമാനിച്ച് ആരാധിക്കുന്നവൻ എന്നും മൂലയ്ക്ക് നിൽക്കാൻ ദൈവം സമ്മതിക്കുവോ? ഒരധ്യായം കൂടെ മറിച്ചോ. ഒന്ന് ദിനവൃത്താന്തം 16:5 ഒറ്റ ചാപ്റ്റർ മറിച്ചോ. 1 ദിനവൃത്താന്തം 16:5 എന്താ വായിക്കുന്നത്? ആസാഫ്, ശബ്ദം ഉയർത്തിപ്പറ, ആസാഫ് is a chief. ആസാഫ് is the leader. ആസാഫ് was the chief. Yes. ഞാനൊരു ദൂത് പറയാം. എന്നും നീ മൂലയ്ക്ക് നിൽക്കത്തില്ല. എന്നും നീ മൂലയ്ക്ക് നിൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. 15-ാം അധ്യായം തിരിയാൻ പോവുക. ജീവിതത്തിൽ ഇതുവരെ തുറന്നിട്ടില്ലാത്ത ഒരു പുതിയ അധ്യായം PCIC കോൺഫറൻസിനകത്ത് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. എന്നോ ഒത്തിരി പേരോട് ഒരു ദൂതായിട്ട് പറയാൻ ദൈവാത്മാവനോട് പറയുക. എന്നും നീ മൂലയ്ക്ക് നിൽക്കത്തില്ല. എന്നും നിന്നെ കോർണർ ചെയ്യാൻ പറ്റത്തില്ല. സ്വർഗം നിന്നെ കാനഡയുടെ ആത്മമണ്ഡലത്തിന്റെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടു നിർത്തും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോന്ന്. എനിക്കിന്ന് രാത്രി ഒത്തിരി അഭിഷക്തന്മാരെ നോക്കി ഈ ദൂത് നിങ്ങളുടെ മേൽ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. മൂലയ്ക്ക് നിന്നവനെ ദൈവം ലീഡറാക്കി. അച്ഛാ, ഇനി ഒരു 10 അധ്യായം കൂടെ മുന്നോട്ട് പോയേ. 25-ന്റെ 1 വായിച്ച. ഞാൻ ഇനി പ്രസംഗിക്കുന്ന മുഴുവൻ ദിനവൃത്താന്തത്തിൽ നിന്ന്. 1 ദിനവൃത്താന്തം 25-ന്റെ 1 ഒന്ന് വായിച്ചു നോക്കിക്കേ. ദാവീദ് സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് ഉറക്കപ്പറ പ്രവചിക്കുന്നവരായ. ബ്രദറെ, ഓർഗം വായിക്കുക എന്നല്ലേ പറഞ്ഞത്? ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്ലേ ചെയ്യുക എന്നല്ലേ പറഞ്ഞത്? എനിക്ക് അതിനെക്കുറിച്ച് വലിയായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിച്ചു. വായിക്കുക എന്ന് പറഞ്ഞു അല്ലേ? ഓർഗനും കൊണ്ട് പ്രവചിക്കുന്നെന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. അടുത്ത ഒരു തലമുറ വരാൻ പോവുക. ഓ റബറബ ശശി, നിന്റെ താളം പോലും പ്രവചനമായി മാറാൻ പോവുക. എങ്ങനെ സംഭവിക്കും? പറ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ഒരു എവല്ലി എൻകൗണ്ടർ ഇന്ന് രാത്രി ഇവിടെ നടക്കും. ഒരു ഭയങ്കര മേഘവിസ്ഫോടനം പോലെ പരിശുദ്ധാത്മാവിന്റെ നദി ചിലരുടെ മേൽ ഒഴുകാൻ പോകുകയാ. എത്ര മറയാൻ ശ്രമിച്ചാലും ദൈവം നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ശബ്ദത്തിന്റെ അധികാരം മാറും. ഈ ദൂതിനെയൊക്കെ സ്വീകരിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിന്ന് രാത്രി നിങ്ങളുടെ മേലത് ചെയ്യുക. ചില സങ്കല്പങ്ങൾ ഇടിഞ്ഞു കഴിഞ്ഞു ബ്രദറെ. കർത്താവ് ഇതിനെ ഉപയോഗിക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന് ജനനെ കുറിച്ചുള്ള പദ്ധതിയുടെ നിർവഹണം. ഇനി ഞാൻ രാവിലെ ആ മിഷണറി മീറ്റിങ്ങിനകത്ത് കർത്തൃദാസൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സ് പൊടിഞ്ഞു. എന്റെ അഭിഷേക എന്ന് ഒതുങ്ങിയിരിക്കാൻ ഒരുത്തനെ ദൈവ സമ്മതിക്കത്തില്ല. ഒരുത്തനെ ദൈവ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഇച്ചിരിയുടെ മുന്നോട്ട് പോകണം. 2 ശമൂവേൽ 5:12 മുതൽ വായിച്ചു നോക്കിക്കേ. 2 ശമൂവേൽ 5:12 മുതലുള്ള വാക്യം. 2 ദിനവൃത്താന്തം 5:12 മുതലുള്ള വാക്യം വായിച്ചു നോക്കിക്കേ. 2 ദിനവൃത്താന്തം 5. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന്റെ കിഴക്ക് കാളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരുടെ കൂടെ നിന്നു. അടുത്ത വാക്യം. ആ കാകളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാകളങ്ങളോട് കൈത്താളങ്ങളോടും വാദിത്തരങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അത്യുച്ചത്തിൽ കേൾക്കുമാർ ദൈവത്തെ
സ്തുതിച്ചു. അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയത്തിൽ ഉറക്കെ പറ ഒരു മേഘം നിറഞ്ഞു. ഇന്ന് രാത്രി നിന്നിൽ ഒതുങ്ങത്തില്ല ഈ പാറ്റൻ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ പറ്റുന്നവർ ഇന്ന് രാത്രി പ്രതികരിച്ച് തുടങ്ങിക്കോ. PCIC കോൺഫറൻസിനകത്ത് ഇന്ന് രാത്രി ഒരു മേഘം മൂടുന്നുണ്ട്, ഒരു മേഘം മൂടുന്നുണ്ട്. പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രസംഗം മത്സരിച്ച് ജയിക്കാൻ വന്നതല്ല ഇവിടെ. ഒരു കാര്യം ഞങ്ങൾക്കറിയോ, ഈ കൂട്ടത്തിന്റെ നടുവിലേക്ക് അസാധാരണമായ ഒരു മേഘം മൂടുകയോ. കാനഡ കൊതിച്ച ഒരു അഭിഷേകത്തിന്റെ മേഘം. ഞങ്ങളുടെ പ്രസംഗ ജാതിരത്തിനപ്പുറത്ത് ഒരു കൊതിയോടുകൂടെ കാത്തിരുന്ന ഒരു മറ്റേ അഭിഷക്തന്മാരുടെ നിലവിളിയുടെ മറുപടി എന്നതുപോലെ ഈ പട്ടണത്തിലേക്ക് ഒരു മേഘം. അഭിഷേകത്തിന്റെ ഒരു മേഘമുണ്ട് അച്ഛാ, അഭിഷേകത്തിന്റെ ഒരു മേഘമുണ്ട്. ഇന്ന് രാത്രി റാന്നിലെ ദാസങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, പുത്തൻപരക്കിലെ ദാസങ്ങള്. എൻ്റെ അമ്മയെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് PC അബ്രഹാം സാറ്. അമ്മ അന്ന് യാക്കോബായി നിൽക്കുമ്പോഴും പൊട്ടുകുത്തിക്കൊണ്ട് സാറിന്റെ ക്ലാസ്സിൽ ചെല്ലത്തില്ല. അമ്മ പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മൂട്ട് പ്രകാശിക്കുമ്പോ പൊട്ടുകുത്തിക്കൊണ്ട് ആ ക്ലാസ്സിൽ കയറിയിരിക്കാൻ ആ അമ്മയ്ക്ക് നല്ല ഒരു കുഞ്ഞിനും പറ്റത്തില്ലായിരുന്നെന്ന്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാ, അഭിഷേകത്തിന്റെ ഒരു മേഘം ഒരു സമൂഹത്തെ മൂടിയാൽ ആവശ്യമില്ലാത്ത ഒന്നിനും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ മേഘം മൂടുന്ന രാത്രിയായത്. ഒത്തിരി പേരുടെ മേൽ ഒരു ഹെവി പ്രസൻസ് ഇന്ന് രാത്രികാലം ഫില്ലായിക്കൊണ്ടിരിക്കുക. സ്വീകരിച്ച് 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 ദൈവിക അധികാരത്തെ സ്വീകരിച്ച് ദൈവിക നിയോഗത്തെ സ്വീകരിച്ച് അഭിഷേകത്തിന്റെ അധികാരത്തെ സ്വീകരിച്ച് ഒരു മേഘം ഒരു മേഘം ഒരു മേഘം ഒരു മേഘം അഭിഷേകത്തിന്റെ മേഘം അധികാരത്തിന്റെ ദൈവിക അധികാരം ചലിക്കട്ടെ, ദൈവിക അധികാരം ചലിക്കട്ടെ, ദൈവിക അധികാരം ചലിക്കട്ടെ. ടൊറന്റോയിൽ ഒരു മേഘം മൂടും, കാൽഗറിയിൽ ഒരു മേഘം മൂടും, ആൽബർട്ടയിൽ ഒരു മേഘം മൂടും, കാനഡയുടെ മേൽ ഒരു മേഘം മൂടും. അഭിഷേകത്തിന്റെ മേഘം. അവിടെ കൊണ്ട് തീരത്തില്ല. ഒരു മേഘം മൂടിയാൽ അടുത്തത് സംഭവിക്കുന്ന എന്താന്ന് ഓർത്തോണം. 2 ദിനവൃത്താന്തം 20:14 മുതൽ വായിച്ച് 2 ദിനം. ഞാൻ എൻ്റെ വാക്ക് 2-3 മിനിറ്റിനകത്ത് പ്രസംഗം നിർത്തും, എന്നിട്ട് നമ്മൾ ആരാധിക്കാൻ പോവുക. 2 ദിനവൃത്താന്തം 20:14 സ്ക്രീനെ നോക്കിക്കോ. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് പറ, ആസാഫിന്റെ പുത്രന്മാരിൽ മദന്യാവിന്റെ മകനായ യെയേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്കറിയാവിന്റെ മകനായ യഗസിയേൽ എന്നൊരു ലേവ്യന്റെ മേൽ. എന്റെ കയ്യിലോട്ട് നോക്കിക്കേ, എന്റെ കയ്യിലോട്ട്. സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മദന്യാവിന്റെ മകനായ യെയേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്കറിയാവിന്റെ മകനായ യഗസിയേൽ എന്നൊരു ലേവ്യന്റെ മേൽ വന്നു. എത്രാമത്തെ തലമുറ? ഉറക്കെ പറ.
സിക്സ്ത് ജനറേഷൻ. മിനിപ്പാസ്റ്റർ, പെന്തക്കോസിന് പറ്റിയ ഒരു അപകടമുണ്ട്, അറിയാമോ? പെന്തക്കോസിന്റെ 1-ാം തലമുറയ്ക്ക് ആരാധന അനുഭവമായിരുന്നു. 2-ാം തലമുറയ്ക്ക് ഇത് അനുകരണമായി മാറി. 3-ാം തലമുറയ്ക്ക് ഇത് അഭിനയമായി മാറി. 4-ാം തലമുറയ്ക്ക് ഇത് ആഘോഷമായി മാറി. 5-ാം തലമുറയ്ക്ക് ഇത് അബദ്ധമായി മാറി. 6-ാം തലമുറയ്ക്ക് ഇത് അലർജിയായി മാറി പാസ്റ്ററെ. പക്ഷെ ഇന്ന് രാത്രിക്കാലം 6-ാം തലമുറക്കാരൻ എഴുന്നേക്കാൻ പോവുക. എനിക്കറിയാം ചിലതിനെ ഇന്ന് രാത്രി പരിശുദ്ധന്മാവ് എടുത്തൊറിയും. പന്തെടുത്തൊറിയുന്നത് പോലെ ഞാൻ ആരെ തൊടത്തില്ല, ഞാൻ ആരെ തൊടത്തില്ല, ഞങ്ങൾ തൊടുകല്ല. അതിനപ്പുറത്ത് ദൈവാത്മാവ് ചിലരെ തൊടാൻ പോവാ. ദൈവദാസ, ഒരു സൂം മീറ്റിംഗിനകത്ത് ആരംഭിച്ചതിന് ഇവിടം വരെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ കാനഡ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഉണർവിനെ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു.